എ നൈറ്റ് ഓഫ് 7 കിങ്ഡംസ് എന്ന വെബ് സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിന്റെ സ്റ്റോറിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല മഴയാണ്. അവിടെ നിർത്തിയിട്ടിരിക്കുന്ന 3 കുതിരകളെയാണ് നമുക്ക് കാണിക്കുന്നത്. ആരോ ഒരാൾ കുഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവനാണ് നമ്മുടെ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ടുള്ള ഡങ്ക്. ആഷ്വാർഡിലേക്കുള്ള യാത്രയിലായിരുന്നു അവർ. അതിനിടയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഒരുപാട് സങ്കടത്തിലാണ് ഡങ്ക്. ഈ മരിച്ചുപോയ ആളുടെ പേരാണ് സർ അർലൻ. അദ്ദേഹം ഒരു ഹെഡ് നൈറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ സ്ക്വയർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു നമ്മുടെ ഡങ്ക്. നിങ്ങൾ വളരെ നല്ലൊരാളാണ്. നിങ്ങൾ ഇപ്പോൾ മരണപ്പെടാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ കൂടെ ഈ വാൾ കൂടെ എനിക്ക് അടക്കണമെന്നുണ്ട്. പക്ഷെ അത് വെറുതെ തുരുമ്പ് പിടിച്ച് പോവുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കുതിരകളെ ഞാൻ നന്നായി നോക്കിക്കൊള്ളാം. നിങ്ങൾ ഇപ്പോൾ ഒരിക്കലും മരിക്കാൻ പാടില്ലായിരുന്നു സർ എന്നാണ് ഡങ്ക് പറയുന്നത്. ഇനി നമുക്ക് ഡങ്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നേരത്തെ മരണപ്പെട്ട സർ അർലന്റെ സ്ക്വയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അനാഥ ബാലനാണ് ഡങ്ക്. ഇവർ രണ്ടുപേരും ആഷ്വാർഡിലുള്ള ഒരു ടൂർണിയിൽ പങ്കെടുക്കാനാണ് പോകുന്നത്. ആ യാത്രാ മധ്യയിലാണ് നമ്മുടെ സർ അർലൻ മരണപ്പെടുന്നത്. അങ്ങനെ അടക്കിന് ശേഷം ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന കാര്യമാണ് ഡങ്ക് ചിന്തിക്കുന്നത്. എന്തായാലും ആഷ്വാർഡിലുള്ള ടൂർണിയിൽ പങ്കെടുക്കാനല്ലേ നമ്മൾ പോയിട്ടുള്ളത്, നമ്മുടെ യാത്ര അങ്ങോട്ട് തന്നെ തുടരാം എന്ന് പറഞ്ഞിട്ട് ഡങ്ക് അവന്റെ യാത്ര തുടരാണ്. അവിടെയാണ് നമ്മുടെ മെയിൻ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, എ നൈറ്റ് ഓഫ് ദ 7 കിങ്ഡംസ്. അങ്ങനെ നേരം ഒരുപാട് ഇരട്ടിയപ്പോൾ ഡങ്ക് ഒരു സത്രത്തിൽ എത്തിച്ചേരാണ്. അവിടെ നമ്മുടെ കഥയിലെ മറ്റൊരു പ്രധാന ക്യാരക്ടറായിട്ടുള്ള എഗ്ഗിനെ അവൻ കാണാണ്. എൻ്റെ കുതിരേനെ അവിടെ കെട്ടിയിട്ടിട്ട് അതിന് വേണ്ട തീറ്റയെല്ലാം കൊടുത്തിട്ട് നീ അവനെ നോക്ക് എന്ന് പറഞ്ഞിട്ട് എഗ്ഗ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ്. അപ്പോൾ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല, ഒരാളൊഴികെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഇരുന്നുള്ളൂ, നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഞാൻ ഇപ്പൊ കൊണ്ടുവന്ന് തരാം എന്ന് പറയുന്നു. അവിടെ ഒരാൾ കിടക്കുന്നത് കാണുന്നു. ഡങ്കിനെ കണ്ടതും, നീ എൻ്റെ അടുത്ത് നിന്ന് എത്രയും പെട്ടെന്ന് മാറിപ്പോയിക്കോ, നിന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്നെല്ലാം പുലമ്പാണ്. എന്നിട്ട് ഒരു വെള്ളി നാണയം വെച്ചിട്ട് നടന്നു പോവാണ്. ഇവന്റെ പേരാണ് ഡെറോൺ ടാർഗെറിയൻ. ഡെറോൺ ടാർഗെറിയൻ ഒരു ഡ്രാഗൺ ഡ്രീമറാണ്. വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കാണുന്ന ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. തനിക്ക് വേണ്ട ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് എഗ് അങ്ങനെ പുറത്തേക്ക് പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ തൻ്റെ കുതിരേനെ കാണാനില്ല. നോക്കുമ്പോൾ ആ മുട്ടത്തലയിൽ അതിന് മേലെ ഇരുന്നിട്ട് എന്തെല്ലാമോ ആക്ഷൻ എല്ലാം കാട്ടാണ്. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് ഡങ്ക്. അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ കൂട്ടിക്കോട്ടെ എന്ന് ആ മുട്ടത്തലയും ചോദിക്കുകയാണ്. എന്തിനാണ് നീ എൻ്റെ കൂടെ വരുന്നത് ചോദിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ സ്ക്വയർ ആയിട്ട് വർക്ക് ചെയ്യാം സർ എന്ന് പറയുമ്പോൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഡങ്ക് അവിടെ നിന്ന് അവൻ്റെ യാത്ര പിന്നീടും തുടരാണ്. പിറ്റേന്ന് പ്രഭാതം ഫൈനലി ഡങ്ക് ആഷ്വാർഡിൽ എത്തിച്ചേരാണ്. ടൂർണി നടക്കുന്ന ആ സ്ഥലം എല്ലാം അവൻ ഒരുപാട് ആകാംക്ഷയോടെ നോക്കിക്കാണാണ്. ഈ ടൂർണിയെല്ലാം സംഘടിപ്പിക്കുന്ന ഒരു തലവനുണ്ടല്ലോ, അയാളെ കാണാനാണ് ഡങ്ക് നേരെ പോകുന്നത്. എന്നിട്ട് സ്വയം പരിചയപ്പെടുന്നത്, സർ ഞാൻ സർ അർലന്റെ സ്ക്വയർ ആയിട്ട് ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന്റെ മുമ്പായിട്ട് എനിക്ക് നൈറ്റ് ഔട്ട് തന്നിട്ടുണ്ട്, ദാ വാള് എന്നെല്ലാം പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇയാൾക്ക് ചെറിയൊരു ഡൗട്ട് തോന്നുകയാണ്. ശരിക്കും അദ്ദേഹം നിനക്ക് നൈറ്റ് ഔട്ട് തന്നോ? അങ്ങനെ അദ്ദേഹം മരണത്തിന് മുമ്പ് നിനക്ക് നൈറ്റ് ഔട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആരാണ് അതിന് സാക്ഷി എന്ന് ചോദിക്കുകയാണ്. അതിനൊരു ഉത്തരം ഡങ്കിനില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്ക് ടൂർണിയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിന്നെയും നിന്റെ സാറിനെയും അറിയുന്ന ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് നിന്നെ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നിന്നെ ഞാൻ ടൂർണിയിൽ പങ്കെടുപ്പിക്കാമെന്ന് അയാൾ പറയാണ്. നിരാശയോടെ പുറത്തിറങ്ങിയ ഡങ്ക് നേരെ പോകുന്നത് മാൻഫ്രെഡ് ഡൊണ്ടാരിയൻ എന്ന് പറയുന്ന ആളുടെ ഷെഡിന്റെ അടുത്തേക്കാണ്. കാരണം അയാളുടെ അടുത്ത് അർലൻ ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അയാൾ റെക്കമെൻഡ് ചെയ്യും എന്ന ചെറിയ പ്രതീക്ഷയാണ് ഡങ്ക് പോകുന്നത്. അങ്ങനെ ഡങ്ക് പോകുന്നത് അവിടുത്തെ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്തേക്കാണ്. അവിടെയാണ് മാൻഫ്രെഡ് ഡൊണ്ടാരിയനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിനെ ഒന്ന് വിളിക്കാമെന്ന് പറയുമ്പോൾ അയാൾ ഏത് സമയം ഉറങ്ങായിരിക്കും, നീ കുറച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം വാ, അപ്പം ഞങ്ങൾ അദ്ദേഹം വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവരോടൊന്ന് പറഞ്ഞു വിടാണ്. ആ പോകുന്ന വഴിക്ക് അവിടുന്ന് 2 ആളെ അവൻ കാണണം. ഈ 2 ആൾക്കാരെ നോട്ട് ചെയ്ത് വെച്ചോ, നമ്മുടെ ഭാവിയിൽ അല്ലെങ്കിൽ വരുന്ന എപ്പിസോഡ്സിലെല്ലാം ഇവരെല്ലാം വരുന്നുണ്ട്. അങ്ങനെ രാത്രി ഡങ്ക് വീണ്ടും ചെല്ലുമ്പോൾ അയാൾ ഇനിയും നീച്ചിട്ടില്ലെന്ന് പിന്നെ വാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ പെണ്ണ് അവനെ മടക്കി വിടാണ്. അതിനെ കുറിച്ച് മദ്യമെല്ലാം കഴിച്ച് നടക്കുന്ന സമയത്ത് അടുത്തുള്ള ടെന്റിൽ നിന്ന് എന്തെല്ലാം ഒച്ച കേൾക്കുന്നത് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി പപ്പറ്റ് ഷോ നടത്തുമായിരിക്കും. ആ പെൺകുട്ടിയുടെ പേരാണ് ടാൻസൻ. എന്നിട്ട് നമ്മുടെ ഡങ്കിന് ആ പെൺകുട്ടീനെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നത്. അവിടെ നിന്ന് പോകുമ്പോൾ നേരത്തെ കണ്ട ആ ഒരു പയ്യനുണ്ടല്ലോ, റെയ്മണ്ട് എന്നുള്ള ഒരു പേര്, അവൻ വിളിച്ചിട്ട് വിശേഷങ്ങളെല്ലാം പറയാണ്. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വായോ എന്ന് പറഞ്ഞിട്ട് അവനെ ഒരു ഷെഡിലേക്ക് കൊണ്ടുപോകണം. അവിടെയാണ് നമ്മുടെ സീരീസിലെ മറ്റൊരു പ്രധാന ക്യാരക്ടറിനെ നമുക്ക് കാണിച്ചു തരുന്നത്, ലെനൻ ബരാത്തിയൻ. അദ്ദേഹം ഒരു രസികനാണ്. അവിടെ നല്ല പാട്ടും ഡാൻസും കൂത്തും എല്ലാം നടക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഡങ്ക് അവൻ്റെ വിശപ്പ് മാറ്റുകയാണ്. അതിൻ്റെ ഇടയിൽ 2 കണ്ണുകൾ ഡങ്കിനെ തന്നെ ശ്രദ്ധിച്ച് നോക്കുന്നത് ഡങ്കിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴാണ് സർ ലെനൻ ബരാത്തിയൻ അവനെ മാടി വിളിക്കുന്നത്,
എന്നിട്ട് ചോദിക്കും, എന്താണ് നിനക്ക് എൻ്റെ ഷെഡിൽ കാര്യം, നീ എന്തിനിവിടെ വന്നു, ആരാണ് നീ? ഇന്നലെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഡങ്ക് നിന്ന് പരിഗണന, സത്യം പറയടാ, നീ എന്നെ കൊല്ലാനായിട്ട് വന്ന ആളല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ലല്ല, ഞാൻ അങ്ങനെ വന്ന ഒരാളല്ല എന്ന് ഡങ്ക് പറയുന്ന സമയത്ത്, പിന്നെ നീ എന്ത് തേങ്ങയ്ക്കാണ് ഇവിടെ വന്നതെന്ന് ഡങ്ക് ചോദിക്കുന്ന സമയത്ത്, ഞാൻ ഈ ഭക്ഷണത്തിന് വേണ്ടിയാണ് വന്നതെന്ന് പറയണേ. അപ്പോൾ നമ്മുടെ ലെനന് തന്നെ ഒരു പാവം തോന്നുന്നു കേട്ടോ. ഓ, ഫുഡിന് വേണ്ടി വന്നാണോ, ആയിക്കോട്ടെ, നിനക്ക് ഡാൻസ് ഇഷ്ടമാണോ? ആ, ഡാൻസ് ഇഷ്ടമാണ്, എങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരു ഡാൻസ് കളിക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം കുറച്ച് ഫണ്ണായിട്ടുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ രണ്ടുപേരും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാവുകയാണ്. അവർ രണ്ടാളും അവരുടെ കാര്യങ്ങളെല്ലാം പരസ്പരം ഷെയർ ചെയ്യാണ്. ഞാനിനി എന്ത് ചെയ്യണമെന്ന് ഡങ്ക് ചോദിക്കുമ്പോൾ സത്യമായിട്ടും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ലെനൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് അവൻ നേരത്തെ കാണാമെന്ന് മാൻഫ്രെഡ് ഡൊണ്ടാരിയൻ അവിടെ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെ അവൻ ഓടി ചെന്നിട്ട് അയാളോട് കാര്യം പറയാണ്. പക്ഷെ മാൻഫ്രെഡ് ഡൊണ്ടാരിയൻ പറയാണ്, എനിക്ക് നിന്നെ അറിയില്ല, നിന്റെ സാറായിട്ടുള്ള അർലനെ അറിയില്ല, ഞാൻ നിന്നെ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, നീ എൻ്റെ മുന്നിൽ നിന്ന് കടന്നു പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവനെ ആട്ടി ഓടിക്കുകയാണ്. അങ്ങനെ വളരെ വിഷമത്തോടെ ഡങ്ക് തിരിച്ച് അവൻ്റെ പഴയ സ്ഥലത്തേക്ക് തന്നെ പോവാണ്. അവിടെ ചെല്ലുമ്പോൾ ആ മുട്ടതലയും കുട്ടിയിലെ അവിടെ ഇരിക്കുന്നത്, നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് ഡങ്ക് ചോദിക്കുന്ന സമയത്ത് മറ്റൊരു വഴിയുമില്ലാത്ത ഡങ്ക് അവന് തൻ്റെ സ്ക്വയറായിട്ട് കൂടെ കൂട്ടണേ. എന്താണ് നിന്റെ പേര് എന്ന് ചോദിക്കുന്ന സമയത്ത് എഗ് എന്നാണ് ആ പയ്യൻ മറുപടി പറയുന്നത്. നിങ്ങളുടെ പേരെന്താണ് എന്ന് പയ്യൻ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഡങ്ക് എന്ന് പറയുമ്പോൾ, ഈ ഡങ്ക് എന്ന് പറയുന്ന പേര് ഒരു യോദ്ധാവിന് ചേർന്ന പേരല്ല, ഡങ്ക് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഡങ്ക് ദ ടോൾ എന്ന് അവൻ അവിടെ നിന്ന് അവൻ്റെ പേര് പറയാണ്. അങ്ങനെ രാത്രി കിടക്കുന്ന സമയത്ത് അവരുടെ മുന്നിലൂടെ ഒരു വാൽ നക്ഷത്രം മിന്നി മാഞ്ഞു പോവാണ്. ഈ വാൽ നക്ഷത്രം കാണുന്നത് ഒരു നല്ല സൂചനയാണെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി നല്ല ടൈമായിരിക്കും സർ എന്നാ പയ്യൻ പറയുമ്പോൾ, ഇനി ഒരു അക്ഷരം ഇടിയ എൻ്റെ കൈയിൻ്റെ ചൂട് നീ അറിയുമെന്ന് പറഞ്ഞിട്ട് ഡങ്ക് അവന് വഴക്ക് പറയാണ്. പയ്യൻ തിരിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അവൻ പതിയെ ചോദിക്കുകയാണ്, അല്ല, അപ്പോൾ ഇനി മുതൽ എനിക്ക് നല്ല കാലം ആയിരിക്കുമല്ലേ? അങ്ങനെ ഡങ്ക് ചിരിക്കുകയാണ്. അവിടെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് എൻഡ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ഒരു എപ്പിസോഡായിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഇതുവരെയ്ക്കും ബൈ.